എക്കോക്സി സെറ്റിംഗ്സിൽ അക്കൗണ്ട്സിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ഫോമാണ് വൗച്ചർ സെറ്റിംഗ്സ്. ഈ ഒരു വൗച്ചർ സെറ്റിംഗ്സ് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ഓർഗനൈസേഷനിലുള്ള എല്ലാ വൗച്ചറിൻ്റെയും സീരീസ് അതുപോലെ ഫോർമാറ്റ് എല്ലാം സെറ്റ് ചെയ്യുവാനും ന്യൂ വൗച്ചർ ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ വൗച്ചർ സെറ്റിംഗ്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ വൗച്ചർ സെറ്റിംഗ്സിനുള്ള ഫോം ഓപ്പൺ ആവുന്നു. ഈ ഒരു ഫോമിൽ ഫസ്റ്റ് വൺ വരുന്നത് വൗച്ചർ നെയിം ആണ്. എല്ലാ വൗച്ചറിൻ്റെ ലിസ്റ്റും നമുക്ക് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കാണാൻ സാധിക്കും. നെക്സ്റ്റ് വൺ വരുന്നത് വൗച്ചർ ഡിസ്പ്ലേ നെയിം ആണ്. ഓരോ വൗച്ചറിനും നമുക്ക് ഡിസ്പ്ലേ നെയിം നമ്മളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. വൗച്ചർ ഡിസ്പ്ലേ നെയിം ചേഞ്ച് ചെയ്യാനായിട്ട് വൗച്ചർ സെലക്ട് ചെയ്തതിനു ശേഷം ഡിസ്പ്ലേ നെയിമിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫീൽഡ് ഓപ്പൺ ആവുകയും നമുക്ക് വേണ്ട നെയിം എൻ്റർ ചെയ്ത് കൊടുക്കാനും സാധിക്കും. നെയിം എൻ്റർ ചെയ്തതിന് ശേഷം എൻ്റർ കീ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് പോകാം. നെക്സ്റ്റ് വരുന്നത് സീരീസ് ആണ്. ഓരോ വൗച്ചറിനും നമുക്ക് ഓരോ സീരീസ് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. സീരീസ് എൻ്റർ ചെയ്യാനായിട്ട് ഈ ഒരു ഫീൽഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട സീരീസ് എൻ്റർ ചെയ്യാം. എൻ്റർ ചെയ്തതിന് ശേഷം എൻ്റർ കീ പ്രസ് ചെയ്താൽ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ ഫോർമാറ്റിൽ കാണാൻ സാധിക്കും. ഈ ഒരു ഫോർമാറ്റ് സീരീസ് തന്നെയായിരിക്കും ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ വൗച്ചർ നമ്പറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് സ്റ്റാർട്ടിംഗ് വൗച്ചർ നമ്പർ എന്നുള്ളൊരു ഓപ്ഷനാണ്. ഈ ഒരു ഓപ്ഷനിൽ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന നമ്പറിലായിരിക്കും വൗച്ചർ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ ഒരു വൗച്ചറിന് 100ലാണ് നമ്പർ സ്റ്റാർട്ട് ചെയ്യേണ്ടതെങ്കിൽ ആ ഒരു 100 എന്നുള്ള നമ്പർ ഈ ഒരു ഓപ്ഷനിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് റൈറ്റ് സൈഡിൽ കറണ്ട് വൗച്ചർ നമ്പർ കാണാൻ സാധിക്കും. അതുപോലെ നമ്മൾ സേവ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ എൻ്റർ ചെയ്ത ആ ഒരു വൗച്ചർ നമ്പർ 100ലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ക്രെഡിറ്റ് നോട്ട് എന്നൊരു വൗച്ചർ ഞാൻ സെലക്ട് ചെയ്യുവാണ്. ക്രെഡിറ്റ് നോട്ട് എന്ന വൗച്ചറിൽ ഞാൻ സീരീസ് എൻ്റർ ചെയ്തതിന് ശേഷം സ്റ്റാർട്ടിംഗ് വൗച്ചർ നമ്പർ 100 എന്ന് എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് കറണ്ട് വൗച്ചർ നമ്പർ ഇവിടെ കാണാം. സേവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു വൗച്ചർ സീരീസ് ആൻഡ് ഫോർമാറ്റ് എല്ലാം സേവ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ഈ ഒരു സേവ് ചെയ്ത ഫോമിൻ്റെ വൗച്ചർ നമ്പർ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി സെയിൽസിൽ നിന്നും ക്രെഡിറ്റ് നോട്ട് സെലക്ട് ചെയ്യുക. ക്രെഡിറ്റ് നോട്ട് സെർച്ച് പേജ് ഓപ്പൺ ആവുന്നു. ഈ ഒരു ക്രെഡിറ്റ് നോട്ട് സെർച്ച് പേജിൽ ആഡ് ന്യൂ ക്രെഡിറ്റ് നോട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ന്യൂ ക്രെഡിറ്റ് നോട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത ആ ഒരു വൗച്ചർ ഫോർമാറ്റ് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നമുക്ക് ഈ ഒരു റെഫറൻസ് നമ്പർ ഫീൽഡിൽ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് കാണാം നമ്മൾ എൻ്റർ ചെയ്ത ആ ഒരു വൗച്ചർ സീരീസ് ആൻഡ് സ്റ്റാർട്ടിംഗ് വൗച്ചർ നമ്പറിലാണ് ഒരു ന്യൂ ക്രെഡിറ്റ് നോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് ഏതൊരു വൗച്ചറിൻ്റെയും സീരീസ് സെറ്റ് ചെയ്യുവാനും അതുപോലെ സ്റ്റാർട്ടിംഗ് വൗച്ചർ നമ്പർ എൻ്റർ ചെയ്തുകൊണ്ട് ആ ഒരു വൗച്ചർ നമ്പറിൻ്റെ ഓർഡർ അറേഞ്ച് ചെയ്യാനും സാധിക്കും. നെക്സ്റ്റ് വൺ വരുന്നത് ആഡ് ന്യൂ വൗച്ചർ എന്ന ഓപ്ഷനാണ്. ഒരു ന്യൂ വൗച്ചർ ക്രിയേറ്റ് ചെയ്യാൻ ആഡ് ന്യൂ വൗച്ചർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സെയിൽസ് വൗച്ചർ ആൻഡ് പർച്ചേസ് വൗച്ചർ എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നു. സെയിൽസ് വൗച്ചർ ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ സെയിൽസ് വൗച്ചർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതുപോലെ പർച്ചേസ് വൗച്ചർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാതുകൊണ്ട് നമുക്ക് പർച്ചേസ് വൗച്ചർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വൗച്ചർ നെയിം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. വൗച്ചർ നെയിം എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് വൗച്ചർ ഡിസ്പ്ലേ നെയിം ഏത് വേണം എന്നുള്ളത് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് എൻ്റർ ചെയ്യാൻ സാധിക്കും. ഡിസ്പ്ലേ നെയിം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വരുന്നത് സീരീസ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന സീരീസിലായിരിക്കും ആ ഒരു വൗച്ചർ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് വൗച്ചർ ഫോർമാറ്റ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. വൗച്ചർ ഫോർമാറ്റ് നമുക്കിവിടെ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഡിസ്പ്ലേ ഫോർമാറ്റ് എന്ന ഓപ്ഷനിൽ നമ്മൾ സീരീസ് ആൻഡ് വൗച്ചർ ഫോർമാറ്റ് സെറ്റ് ചെയ്യുന്നതനുസരിച്ച് ചേഞ്ച് ആവുന്നത് കാണാൻ സാധിക്കും. നെക്സ്റ്റ് വൺ വരുന്നത് സ്റ്റാർട്ടിംഗ് വൗച്ചർ നമ്പറാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏത് വൗച്ചർ നമ്പറിലാണ് ഒരു വൗച്ചർ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ നമ്പർ നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തതിന് ശേഷം സേവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ന്യൂ സെയിൽസ് വൗച്ചർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സെയിൽസ് വൗച്ചർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇത് സെയിൽസ് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മൾ ക്രിയേറ്റ് ചെയ്ത സെയിൽസ് വൗച്ചർ എങ്ങനെയാണ് സെയിൽസ് ഇൻവോയ്സിൽ സെലക്ട് ചെയ്യാൻ കഴിയുന്നതെന്നുള്ളത് നോക്കാം. അതിനുവേണ്ടി സെയിൽസ് മൊഡ്യൂളിൽ നിന്ന് സെയിൽസ് ഇൻവോയ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെയിൽസ് ഇൻവോയ്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെയിൽസ് സെർച്ച് പേജ് ഓപ്പൺ ആവുന്നു. ഇതിൽ നിന്നും ഒരു ന്യൂ സെയിൽസ് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാൻ ആഡ് ന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആഡ് ന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എൻ്റർ ചെയ്ത ആ ഒരു സെയിൽസ് വൗച്ചർ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതുപോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ വൗച്ചറിൻ്റെ നെയിമും നമുക്ക് ഈ ഒരു സെയിൽസ് ഓപ്ഷനിൽ കാണാം. അതുപോലെ തന്നെ നമുക്ക് പർച്ചേസ് വൗച്ചർ ആയാലും നമുക്ക് ആ ഒരു പർച്ചേസ് ഇൻവോയ്സ് ഫോമിൽ കാണാൻ സാധിക്കും.
നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത വൗച്ചർ ഫോർമാറ്റ് എന്തെങ്കിലും കാരണത്താൽ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ റൈറ്റ് സൈഡിലുള്ള ഡിലീറ്റ് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വൗച്ചർ സെറ്റിംഗ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു.